ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാവക്കാടിനടുത്തുള്ള വെങ്കിടങ് എന്ന പ്രദേശത്തെ കണ്ണൂത്തുപാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഏലമുട എന്നാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ കുറേ മലർവാടി കുട്ടികളുമായിട്ടാണ്. ഏകദേശം ഒരു 40ഓളം കുട്ടികളുമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നത്. മൊബൈൽ ഫോണുകളിൽ ജീവിതം തള്ളി നീക്കുന്ന കുട്ടികൾക്ക് പ്രകൃതിയുടെ വശ്യമനോഹരമായ സൗന്ദര്യം നേരിട്ട് ആസ്വദിക്കുക എന്നുള്ള അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട കുറേ സംഗതികൾ പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മളെ മിക്ക ആളുകളും അരി ആഹാരം കഴിക്കുന്നവരാണ്. ഈ അരി എങ്ങനെയാണ് കൃഷി ചെയ്തുണ്ടാക്കുന്നത്, നമ്മുടെ തീന്മേശയിലേക്ക് ചോറായിട്ട് എത്തുന്നത്, അതുപോലെ അരി ആഹാരമായി എത്തുന്നത് എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് നേരിട്ട് പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കുട്ടികളുമായിട്ട് ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കണ്ണൂത്ത് പാടത്തെത്തിയത്. അപ്പോൾ അവിടെ വന്നപ്പോൾ നമുക്ക് പണ്ടൊക്കെ കാണാമായിരുന്നു, നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാവും പൈങ്കിളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർഷകർ കൊയ്യുന്നതും വളരെ രസകരമായ കാഴ്ച കാണാമായിരുന്നു. എന്ത് ചെയ്യാം, പുതിയ തലമുറക്കാനെ കാണാനുള്ള സൗകര്യം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് യന്ത്രവൽകൃതമായ കൃഷി സൗകര്യങ്ങളാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ മെഷീനും ഉപയോഗിച്ചുകൊണ്ട് നെല്ല് കൊയ്യുന്നതെന്നും അതെങ്ങനെയാണ് ശേഖരിക്കുന്നതൊക്കെ കുട്ടികൾക്ക് നേരിട്ട് കാണാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ പരിചയപ്പെട്ടൊരു വ്യക്തിത്വമാണ് സുനിലേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, കർഷകൻ. അപ്പോൾ ആ കർഷകന് കുട്ടികൾക്ക് ഇതേക്കുറിച്ച് കൃത്യമായി എങ്ങനെയാണ് അരി ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. സാധാരണഗതിയിൽ കുട്ടികൾ ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് എന്തുമാത്രം അധ്വാനം, കർഷകരുടെ എന്തുമാത്രം അധ്വാനം ഇതിന് പിറകിലുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ ഈ യാത്രയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കഞ്ഞി മാത്രം കുടിക്കാറുള്ളൂ, ഞാൻ വെറൈറ്റി ഭക്ഷണം കഴിക്കല്ലോ. അങ്ങനെ കുട്ടികൾ സുനിലേട്ടന് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. വളരെ രസകരമായിരുന്നു. അതിനുശേഷം കുട്ടികൾ ആ പാടത്ത് ഓടിക്കളിക്കുകയും ചില കുട്ടികളൊക്കെ ഫുട്ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫുട്ബോളൊക്കെ തട്ടിക്കളിക്കുകയും അങ്ങനെ മനോഹരമായ ഒരു സായാഹ്നം കുട്ടികൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങൾ അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നത്.